അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ പറ്റിയതിനു ശേഷം ജോലി നൽകാതിരിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി പരാതി. സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓഗസ്റ്റ് 15-ന് കരിപ്പോട് സമരപ്രഖ്യാപനം. കരിപ്പോട് KSBSന്റെയും കൊടുന്നരപ്പള്ളി SNUPയുടെയും മാനേജ്മെന്റിനെതിരെയാണ് ജനകീയ സമരസമിതി സമരപ്രഖ്യാപനം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2023-ലാണ് കരിപ്പോട് KSBSൽ അധ്യാപക ജോലിക്കായി പട്ടഞ്ചേരി സ്വദേശി പീതാംബരന്റെ മകൻ ജിഷ്ണുവിന് വേണ്ടി മാനേജർ ഗീത, ഭർത്താവ് അനൂപ് കുമാർ എന്നിവർക്ക് 35 ലക്ഷം രൂപ നൽകിയത്. ഭിന്നശേഷി നിയമന നിയമവും സ്കൂൾ സംബന്ധമായ കേസും മറച്ചുവെച്ചാണ് അധ്യാപക ജോലി വാഗ്ദാനം ചെയ്ത് 35 ലക്ഷം കൈപ്പറ്റിയത്. നിയമനം ലഭിക്കാതെ വന്നതോടെ പണം തിരിച്ചു ചോദിച്ചതോടെയാണ് മാനേജ്മെന്റുമായി തർക്കമുണ്ടായത്. പറഞ്ഞ അവധിക്ക് പണം തരാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം മുണ്ടൂർ കാഞ്ഞിക്കുളത്തെ മാനേജറുടെ വീട്ടിൽ ചെന്നത്. ഇവിടെ വെച്ചാണ് അനൂപ് കുമാറും മകൻ അജയും ചേർന്ന് ജിഷ്ണുവിനെയും പിതാവ് പീതാംബരനെയും മർദ്ദിക്കുകയും വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇതിനെതിരെ കോങ്ങാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജിഷ്ണുവിനെ കൂടാതെ SNUPയിലെ നിയമനത്തിന് 30 ലക്ഷം രൂപ നൽകിയ സുധിന, 40 ലക്ഷം രൂപ നൽകിയ ആൾ എന്നിവരും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അധ്യാപക നിയമനവുമായി തട്ടിപ്പ് നടത്തുന്നതിന് പുറമെ വാഹന കച്ചവടങ്ങളിലും തട്ടിപ്പ് നടത്തുന്ന വ്യക്തിയാണ് അനൂപ്. കോടതിയെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഒരുപോലെ കബളിപ്പിക്കുന്നതിൽ വിദഗ്ധനുമാണ്. അനൂപ് കുമാറിന്റെ തട്ടിപ്പുകൾ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓഗസ്റ്റ് 15-ന് കരിപ്പോട് പ്രത്യക്ഷ സമരപ്രഖ്യാപനം നടത്തുന്നതെന്ന് S. സക്കീർ ഹുസൈൻ, വിളയോടി ശിവൻകുട്ടി എന്നിവർ പറഞ്ഞു. ജിഷ്ണു, നമ്മുടെ സഹോദരൻ ജിഷ്ണു ചിറ്റൂർ പട്ടഞ്ചേരിയാണ്. അദ്ദേഹം 3 വർഷം മുമ്പ് ആ സ്കൂളിലൊരു അധ്യാപക നിയമനത്തിനായിട്ട് അവിടെ വേക്കൻ്റ് ഉണ്ട്, 3 മാസം അല്ലെങ്കിൽ മാക്സിമം 5 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അവിടെ ജോലി ശരിയാകും, അവിടെ വേക്കൻ്റ് ഉണ്ട് എന്ന് മാനേജ്മെൻറ്റ് വിശ്വസിപ്പിക്കുകയും 35 ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തിരിക്കുന്നു. 35 ലക്ഷം കൈപ്പറ്റുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഈ 5 മാസം എന്നുള്ളത് 3 വർഷമായിട്ടും എന്തില്ല, ഈ ജോലി അവിടെ തരപ്പെട്ടിട്ടില്ല, കൊടുത്തിട്ടില്ല. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഓഫീസുമായി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ഒഴിവൻ അവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതുമായി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞത് അത് ഉണ്ട്, അത് ഞങ്ങൾക്ക് അതിനൊരു ചെറിയ കാലതാമസം വേണം എന്ന് പറഞ്ഞാൽ അവർ 1-2 ഡേറ്റുകൾ പറഞ്ഞു. ആ ഡേറ്റ് നമ്മൾ അംഗീകരിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ അവിടെ പോയി മാനേജ്മെൻറ്റിന് സംസാരിച്ചത് ജോലി വേണ്ട, ഞങ്ങൾക്ക് പൈസ റീഫണ്ട് ചെയ്യണം, ഞങ്ങൾക്ക് പൈസ റീഫണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനും സമയം തന്നു. ആ സമയം നമ്മൾ അംഗീകരിച്ചു. ആ സമയം 1-2 കഴിഞ്ഞു. 3-ാമത്തെ സമയത്ത് ഞങ്ങൾ എന്തില്ല, നിങ്ങളുടെ വാക്കിന് വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ഒരു സമരപ്രഖ്യാപനമായിട്ട് പോകുകയാണെന്ന് പറഞ്ഞ് സമരസമിതി രൂപീകരിക്കുകയും അങ്ങനെ ഒരു സമരപ്രഖ്യാപനം ആഹ്വാനം ചെയ്യുകയും ചെയ്തു. മർദ്ദനമേറ്റ ജിഷ്ണു, പിതാവ് പീതാംബരൻ, കൺവീനർ നരേന്ദ്രൻ, മുജീബ് ചുള്ളിയാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അനൂപ് കുമാറിൻ്റെ മകൻ അജയും ചേർന്നിട്ട് വടി കൊണ്ട് അടിക്കുന്നു. ആ വടി കൊണ്ട് അടിക്കുകയും ജിഷ്ണുവിൻ്റെ കൈ ഇപ്പോൾ ഇന്നലെയാണ് ഈ കെട്ടടിക്കുന്നത്, ഈ എല്ല് പൊട്ടുകയും ചെയ്ത് ബാൻഡേജ് ഇടുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള അടിച്ച് വീഴ്ത്തുകയാണ് ചെയ്യുന്നത്, കൈ ഒടിക്കുന്നു. ഞങ്ങൾ അടുത്തുള്ളൊരു ക്ലിനിക്കിലേക്ക് അവിടെ ചെല്ലുന്നു. അവിടെ എക്സ്റേയും മറ്റ് സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു മടങ്ങുകയാണ്. ഞാനും നരേന്ദ്രമാഷും പീതാംബരനും ഈ ജിഷ്ണുവും ഈ കാറിലുണ്ടായിരുന്നു. തിരിച്ചു വരവാണ് ഈ മകനെ ഒരു ജീപ്പ് കൊടുത്തയച്ചിട്ട് ഈ വണ്ടിയെ റോഡിൽ ഇടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് വണ്ടി അയക്കുന്നു. നിങ്ങളതിൻ്റെ വിഷയമൊക്കെ കണ്ടു കാണും, ഈ സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിക്കുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ ഒരു തൊട്ടടുത്തുള്ളൊരു പെട്രോൾ പമ്പിലേക്ക് വണ്ടി അങ്ങോട്ട് കയറ്റുമ്പോൾ ആ പെട്രോൾ പമ്പിലേക്കാണ് ഈ ഇംഗ്ലീഷ് സിനിമകളെ വെല്ലുന്ന രീതിയിൽ ഈ ഗുണ്ട അജയ് എന്ന് പറയുന്ന ഇവരുടെ മകനായ ഗുണ്ടയായിട്ടുള്ള ഇവൻ വണ്ടി പെട്രോൾ പമ്പിലേക്ക് തുരുതുരെ ഇടിക്കുകയാണ്. പെട്രോൾ പമ്പിൽ ധാരാളം ആ സമയത്ത് ഇന്ധനം നിറയ്ക്കാൻ വന്ന ആളുകളും പെട്രോൾ പമ്പിലെ ജീവനക്കാരും പെട്രോൾ പമ്പിലെ മാനേജർ ഉൾപ്പെടെ ഒച്ചയും ബഹളവും വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ റിവേഴ്സിലെടുത്ത് പോകുന്നത്. ഒരു സെക്കൻഡ് പാളിയിരുന്നുവെങ്കിൽ ആ പെട്രോൾ പമ്പ് തന്നെ കത്തുകയും ഒട്ടേറെ ആളുകൾ മരിക്കാനും ഇടവരുന്ന രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണമാണ് അല്ലെങ്കിൽ ഒരു വധശ്രമമാണ് അവിടെ നടത്തിയത്. UTV ന്യൂസ്, പാലക്കാട്.